5 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരമായിട്ടുള്ള പദവി അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തെ അനുവദിക്കുന്ന ഒരു പ്രധാന തീരുമാനം വെള്ളിയാഴ്ച US സുപ്രീം കോടതിയാണ് പുറപ്പെടുവിച്ചത്. അതായത് കോടതി പോലും ഇതിൽ സർക്കാരിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കുടിയേറ്റക്കാർ വെനിസ്വേല, ക്യൂബ, ഹെയ്റ്റി, നിക്കരാഗ്വ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ തീരുമാനം നാടുകടത്തൽ പ്രക്രിയ വേഗത്തിലാക്കാനും ട്രംപിൻ്റെ കർശനമായിട്ടുള്ള കുടിയേറ്റ നയം ഒന്നുകൂടെ ഉറപ്പിക്കാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ബൈഡൻ സർക്കാരാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി തുടങ്ങിവെച്ചത്. 2022-23 വർഷത്തിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പരോൾ പദ്ധതി ആരംഭിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം. ഇതിന് കീഴിൽ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് 2 വർഷത്തേക്ക് US ജോലി ചെയ്യാനും താമസിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഈ പരിപാടി ഏകദേശം 5.3 ലക്ഷം ആൾക്കാർക്ക് നാടുകടത്തലിൽ നിന്ന് ആശ്വാസം നൽകി. നേരത്തെ ഒരു ഫെഡറൽ കോടതി ഈ തീരുമാനം സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ആ സ്റ്റേ നീക്കിയിട്ടുണ്ട്. പ്രോഗ്രാം അവസാനിപ്പിക്കാനും ഉത്തരവുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് തൻ്റെ 2ാം ടേമിൻ്റെ തുടക്കത്തിൽ തന്നെ പരിപാടി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടപ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോമിനോട് ശമ്പള പദ്ധതി അവസാനിപ്പിക്കാനും അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. ഇതിനുശേഷം മാർച്ചിൽ ഏപ്രിൽ 24 മുതൽ പദ്ധതി പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നും നോം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ തീരുമാനം മുമ്പ് മസാച്യുസെറ്റ്സിലെ ഒരു കോടതി തടഞ്ഞിരുന്നു. ഇവിടെ 23 പേരുടെ ഒരു സംഘം ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി. ഇതിനർത്ഥം ട്രംപ് സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയും. ട്രംപ് വിചാരിച്ചതുപോലെ 5 ലക്ഷത്തോളം കുടിയേറ്റക്കാരെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.